മാത്സ് എക്സാം ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇംപ്രൂവ്മെന്റ് എക്സാം നേരത്തെ ആക്കുമോ? വാലുവേഷൻ ലിബറൽ ആക്കുമോ? എവിടെയാണ് പിഴച്ചത്? ഈ എല്ലാ ചോദ്യത്തിനുള്ള മറുപടി ഈ വീഡിയോയിലുണ്ട്. വീഡിയോ മൊത്തം കാണുക. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലത്തെ ഒരുപാട് ചോദ്യങ്ങളാണ് നിങ്ങളെ മനസ്സിൽ അറിയുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ സാറിന്റെ അഭിപ്രായത്തിൽ എന്താ സാറേ ഇത് ഒരു ഫുൾ മാർക്ക് കിട്ടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു A+ സ്കോർ ചെയ്യാൻ പറ്റാത്ത ചില കുട്ടികൾ ജയിക്കുമോ എന്ന് വരെ പറയുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണോ ഇത്? എന്താണ് നമുക്കത് പറയുന്നതിന് മുമ്പ് ഫുൾ മാർക്ക് A+ അല്ലെങ്കിൽ ജയിക്കുമോ അല്ലയോ എന്ന് പറയുന്നതിന് മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നോക്കാം. സോ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതുന്ന സമയത്ത് ഇവിടെ 3 മാർക്കിന്റെ കാറ്റഗറി നോക്കി 3 മാർക്കിന്റെ ഈ കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം എല്ലാ ലൈവിലും ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. ട്രിഗ്നോമെട്രി ഈ ക്വസ്റ്റൻ ഒക്കെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആണ്. ഈ ലീനിയർ ഇനീക്വാളിറ്റിയുടെ ഒരു ക്വസ്റ്റൻ ഉണ്ട്. ഇത് നിങ്ങൾ അത്യാവശ്യം ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ തന്നെ ഒരു മാർക്ക് കിട്ടും. കുറച്ച് സിംപ്ലിഫൈ ചെയ്താൽ തന്നെ 2 മാർക്കിൽ 1 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതിനകത്ത്. ഓക്കെ, പിന്നെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ലൈവിൽ പറഞ്ഞു. കൃത്യമായിട്ട് എന്താണ് ബൈനോമിയൽ കോഫിഷ്യന്റ് സം എന്താണ് എന്നുള്ളതൊക്കെ ഏകണ്ട ലൈവിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, പിന്നെ ലിമിറ്റ്സിന്റെ ഒരു ക്വസ്റ്റൻ നെക്സ്റ്റ് പേജിൽ ആവുന്നു. ലിമിറ്റ്സിന്റെ ക്വസ്റ്റൻ ഈ ക്വസ്റ്റൻ ഒക്കെ കഴിഞ്ഞ ലൈവിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റൻ ഒക്കെ ഞാൻ പറയുമ്പോഴത്തേക്ക് പിള്ളേര് കമന്റിൽ ആൻസർ ഇട്ടിട്ടുണ്ട്. 32 അല്ലായിരുന്നു ഇവിടെ. ക്വസ്റ്റ്യൻ പേപ്പർ 32 ആണ്. വാല്യൂ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് 80 ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ പഠിക്കണം. ഓക്കെ, സോ അത് ഓക്കെ. പിന്നെ നമ്മൾ 4 മാർക്കിന്റെ കാറ്റഗറി വരുമ്പോഴാണ് ഇവരെ ശരിക്കും കുടിക്കുക ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ 1 - i ഹോൾ റേസ് ടു 6 A+ IB ഫോമിലേക്ക് X+IY ഫോമിലേക്ക് മാറ്റിയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. NCERT ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ആ ക്വസ്റ്റ്യൻ ഒരു പക്ഷേ നിങ്ങൾ ശരിക്കും കുടുക്കിയിട്ടുണ്ടാവും. NCERT 1 - i ഹോൾ റേസ് ടു 4 ആണ് 6 വന്നുള്ളൂ. പക്ഷെ 1 - i ഹോൾ റേസ് ടു 4 ചെയ്ത ആൾക്ക് 6 ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമല്ല. എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ സാറേ? 2 മാർക്കിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ആർഗൻ പ്ലെയിൻ പല ആൾക്കാർ വിചാരിച്ച സിലബസ് ഇല്ല. ശരിയാണത്. ചില ആൾക്കാരൊക്കെ പറഞ്ഞ ആർഗൻ പ്ലെയിൻ ഡിലീറ്റഡ് ആണ്, സിലബസിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എനിക്കറിയാം അനസാറായിരുന്നു ആ ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ കൃത്യമായിട്ട് ആർഗൻ പ്ലെയിൻ എന്താണെന്നും ആർഗൻ പ്ലെയിനിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യാമെന്നും ഒരു കോംപ്ലക്സ് നമ്പർ എങ്ങനെയാണ് മാർക്ക് ചെയ്യാമെന്നും അനസാറ് ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇത് A+ IB ഫോം ആക്കിയോ 1 മാർക്ക് 2 മാർക്ക് അതെന്തായാലും കിട്ടും. ആർഗൻ പ്ലെയിൻ പോട്ടെ, ഇതിന് A+ IB ഫോമിലേക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് അറിയുന്നതാണ് കോൺജുഗേറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പൊ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും അതിന്റെ 1 മാർക്ക് എന്തായാലും കിട്ടും. ആർഗൻ പ്ലെയിനിൽ മാർക്ക് ചെയ്ത കാര്യം അത് എയ്കണ്ട ലൈവിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാ കൃത്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ക്വസ്റ്റൻ നമ്മൾ ലൈവിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോബബിലിറ്റി ആണ് 4 മാർക്കിന്റെ കാറ്റഗറിയിൽ പ്രോബബിലിറ്റി ആണ്. അത് നെക്സ്റ്റ് പേജിൽ വരുന്നത്. നെക്സ്റ്റ് പേജിൽ വരുന്ന പ്രോബബിലിറ്റിയിൽ കാണാൻ പറ്റുന്നത് കോമ്പിനേഷൻ കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റൻ ആണ്. പക്ഷേ ആ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെയ്തത് ഇവിടെ ബോളിന് പകരം മാനും വുമണും വരുന്ന രീതിയിലാണ്. അല്ലെങ്കിൽ കാർഡ്സിൽ പ്രോബ്ലം വന്നത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മാത്സ് ഈ ചോദ്യം സാറല്ലേ ചെയ്തത് അല്ലേ? പക്ഷെ ഇവിടെ ബോൾ അല്ലായിരുന്നു, പകരം മാൻ വുമൺ ആയിരുന്നു. ഈ ഇതുപോലത്തെ ചെറിയ ചോദ്യങ്ങൾ, ചെറിയ ചേഞ്ചുകൾ നമ്മൾ എന്തായാലും എക്സ്പെക്ട് ചെയ്യണം. ഓക്കെ, പിന്നെ പിന്നെ ഒരുപാട് കുട്ടികളെ കുഴക്കിയ ഒരു സംഭവമാണ് ട്രിഗ്നോമെട്രിന്റെ ഈ ഒരു ചോദ്യം. 1 മാർക്കുള്ള ചോദ്യത്തിന് ഓക്കെ, പക്ഷെ കാൽക്കുലേറ്റർ എടുത്ത് ചെയ്താലോ അല്ലെങ്കിൽ ഇത് ശരിക്കും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇത് ചെയ്യേണ്ട ഫോർമുലാസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് എപ്പോഴും ചോദിക്കുന്ന ഒരു പാറ്റേണുള്ള ചോദ്യമല്ല, അതിൽ നിന്ന് ചെറുങ്ങനൊന്നും മാറിയിട്ടുണ്ട്. ബട്ട് 1 മാർക്കുള്ള ചോദ്യത്തിന്. ബട്ട് ഈ ചോദ്യമൊക്കെ എല്ലാ ലൈവിലും ചെയ്തതാണ്. എപ്പോഴും കഴിഞ്ഞ ലൈവുകളൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ ഓക്കെ, ആ കോംപ്ലക്സ് നമ്പറിന്റെ ആ ചോദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ചോദ്യം കുറച്ച് പെട്ടെന്ന് ഒരു അബോവ് ആവറേജ് കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണിത് അല്ലെ? അതേ വരുന്നുള്ളൂ. പിന്നെ സീക്വൻസ് സീരീസ് ചില ആൾക്കാർ പറയുമെങ്കിലും സീക്വൻസ് സീരീസ് നമ്മൾ ലൈവിൽ കൃത്യമായിട്ട് ഇതെല്ലാം ഏകണ്ട ലൈവിൽ വളരെ കൃത്യമായിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് വാല്യൂ ജസ്റ്റ് മാറിയിട്ടുണ്ട്. അവിടെ 14 ഇവിടെ തരുന്ന 112 പകരം വേറെ എന്തോ നമ്പർ ആയിരുന്നു. എന്ത് നമ്പർ ആണെങ്കിലും മീൻസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വരാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്. അതിന്റെ പേരിലല്ല നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന് അളക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് അളക്കേണ്ടത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ പോകുന്ന അതേ വാല്യൂ തന്നെ, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിന്റെ ക്ലാസ്സിൽ ഓക്കെ, എങ്ങനെ വേണമെങ്കിലും വാല്യൂസ് ഇപ്പൊ 5ഉം 10ഉം ആണ് ചോദിച്ചെങ്കിൽ 10ഉം 20ഉം ചോദിക്കാം. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വാല്യൂസിനുള്ള മാറ്റം എന്തായാലും മീൻസ് അത് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി പറ്റും അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കിയപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ, മീഡിയൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇതെല്ലാം മനസ്സാറ് ലൈവിൽ കൃത്യമായിട്ട് പറഞ്ഞ സാധനങ്ങളാണ്.
ഓക്കെ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ മനസ്സിലായത് ആകെ 2 ക്വസ്റ്റ്യനെ പണി. ഈ ഒരു ചോദ്യം സാറേ 1/x ഉണ്ട്, ഇതും ചെയ്താണേ. അത് ഞാൻ പറയുന്നില്ല, കാരണം ഷോർട്ട് കട്ടിൽ അത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യണമെന്ന് സിക്കു സാർ കൃത്യമായിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. 1/x, √x, x⁻n എല്ലാ സാധനങ്ങളും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പിള്ളേർക്ക് പറ്റിപ്പോയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും sin x, cos x, tan x ഇത് മാത്രം പഠിച്ചു പോയി. നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചു സാർ അത് മാത്രമാണ് വരിക എന്നുള്ളത്. ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് മാത്രമല്ല ഈ സാധനങ്ങളും വരാൻ സാധ്യതയുണ്ട്. അത് എങ്ങനെയാന്നുള്ളതും കൂടി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത് ലൈവിൽ തന്നെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ മക്കളെ, ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് ഒരു ക്വസ്റ്റ്യൻ പോലും സിലബസിന് പുറത്തില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പറയാൻ പറ്റുമോ ടഫാണ്, അല്ലെങ്കിൽ A+ വാങ്ങാൻ പറ്റില്ല, ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റില്ല, തോൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റുമോ സാറേ? ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മക്കളെ നോക്കുക, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഡിഫിക്കൽട്ട് ആവുന്നത്? സോ ഡിഫിക്കൽട്ട് ആവുന്ന പറയുമ്പോൾ സിലബസിൽ ഇല്ലാത്ത ചോദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആണ്. അല്ലെങ്കിൽ നമുക്ക് അനുവദിച്ചു തന്ന സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് എഴുതി തീർക്കാൻ പറ്റാത്ത അത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആണ്. ചിലപ്പോൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആണെന്ന് പറയാം. പിന്നെ ഒരുപാട് ചാപ്റ്ററിന്റെ കണക്ഷൻസ് മീൻസ് ഒരു ചോദ്യം ചെയ്യാൻ തന്നെ 3 ചാപ്റ്ററൊക്കെ അപ്ലൈ ചെയ്യുന്ന രീതിയിൽ വരുമ്പോൾ ഒരു നല്ല ഡിഫിക്കൽട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് പറയാം. ഇവിടെ അങ്ങനെ ഒന്നുമല്ല സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും കുറച്ച് 1-2 ചോദ്യങ്ങളൊന്നും മാറ്റി ചോദിച്ചു. മീൻസ് കുറച്ച് നമുക്ക് ഡിഫിക്കൽട്ട് ആണ്, മീൻസ് ഒരുപാട് ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ പറ്റില്ല, 2 ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റി ചോദിച്ചു. ആക്ച്വലി നമുക്ക് പറയാൻ പറ്റുന്ന കറക്റ്റ് വേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാൻഡേർഡ് ആയി. അതായത് ഒരു ചോദ്യ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എബവ് ആവറേജ് ക്വസ്റ്റ്യൻസ് വേണം, ബിലോ ആവറേജ് ക്വസ്റ്റ്യൻസ് വേണം, ആവറേജ് ക്വസ്റ്റ്യൻസ് വേണം. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു 2-3 ചോദ്യങ്ങൾ എബവ് ആവറേജ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ ഒരു 2-3 ചോദ്യങ്ങൾ കാണുമ്പോഴത്തേക്ക് ഒരുപാട് പിള്ളേര് പാനിക് ആയിപ്പോയി. ഓക്കെ, അവിടെ പഠിച്ചത് ഒരു മറന്നുപോയി എന്നാണ് പല ആൾക്കാരും പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ 2 കൊല്ലത്തെ പാറ്റേൺ വെച്ചാണ് പഠിച്ചത്. അവിടെ വലിയൊരു പാളിച്ച നമുക്ക് അവിടെ ഒരു പാളിച്ച പറ്റിപ്പോയിട്ടുണ്ട്. ഒരു പാറ്റേൺ വെച്ച് പല ആളുകളും മീൻസ് ഇത് മാത്രമേ വരുള്ളൂ, ഇതിന്റെ അകത്ത് മാത്രമേ ചോദ്യം ചോദിക്കുള്ളൂ. ആ ഒരു ട്രെൻഡ് അങ്ങോട്ട് മാറി കംപ്ലീറ്റ് ആയിട്ട്. മീൻസ് ആദ്യമേ പ്രിഡിക്റ്റ് ചെയ്യുന്നു ഇത് മാത്രമേ വരുള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പഠിക്കണ്ട. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു വൈഡ് ആയിട്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അത് പോയി. അതാണ് ഇവിടെ സംഭവിച്ച ഒരു വലിയ പ്രശ്നം സംഭവിച്ചത്. പക്ഷേ ഇതിന് സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. യെസ്. മോഡൽ എക്സാം നിങ്ങൾ ശരിക്കും പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിൻ്റെ അകത്ത് ചെറിയൊരു സൂചന ഉണ്ട്. ട്രിഗ്നോമെട്രിയിൽ നിന്ന് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഇതുവരെ ചോദിക്കാത്ത ടൈപ്പിലുള്ള ഇന്റർവെല് ചോദിച്ചു അതൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സൂചന വന്നിട്ടുണ്ട്. നമ്മുടെ ഫംഗ്ഷനിൽ ഗ്രാഫ് വരയ്ക്കാൻ പറയുമ്പോൾ മൈനസ് മോഡെക്സിന് ഷിഫ്റ്റിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റ്സിൽ ക്വസ്റ്റ്യൻ വന്നു, സ്ട്രൈറ്റ് ലൈനിൽ ക്വസ്റ്റ്യൻ വന്നു. ഇവരൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മാറ്റിയിട്ടാണ് +1 മോഡൽ എക്സാം നമ്മുടെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. സാറേ അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിന്റെ ശേഷമുള്ള നമ്മുടെ ഏകണ്ട പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് റീസെന്റ് വന്നതാണ്. അധികം കുറച്ചായിട്ടുള്ള ഏകം തുടങ്ങിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ മോഡൽ എക്സാമിന്റെ ശേഷം ഏകണ്ട ലൈവുകളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് പേര് ഡിഫിക്കൽട്ട് ആയി പോയി എന്ന് പറഞ്ഞ ചോദ്യങ്ങൾ പിള്ളേര് തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഡിഫിക്കൽട്ട് ആണെങ്കിൽ പോലും നമുക്ക് ആ ആൻസർ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റി, ലൈവ് കണ്ടതിന് ശേഷം അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റി എന്ന് പറഞ്ഞ പിള്ളേരുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളത് അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, ഇനിയും ഒരുപാട് മുമ്പോട്ട് തീർച്ചയായിട്ടും. അപ്പോ ഇനിയും നമ്മുടെ ലൈവുകൾ ഇനിയും ഇങ്ങനെ തന്നെ ആയിരിക്കും. വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ടോപ്പിക് കവർ ചെയ്തിട്ടുള്ള ലൈവുകൾ തന്നെ ആയിരിക്കും. പക്ഷെ അതിലൊരു വിഷമം എന്താന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മുടെ ലൈവ് കണ്ട പിള്ളേർക്ക് അറിയാം. ലൈവിൽ നമ്മൾ ഇതാ പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ലൈവിൽ തന്നെ ചോദിക്കാം. മാത്സിലെ ഏത് ഡൗട്ടും ലൈവ് തന്നെ ചോദിക്കാം. നമ്മൾ ലൈവ് തന്നെ അത് ക്ലിയർ ചെയ്തുകൊണ്ട് മീൻസ് ആ ഫൂട്ടോ പെർപെൻഡിക്കുലർ ഡൗട്ടൊക്കെ മീൻസ് ആ സ്ട്രേറ്റ് ലൈൻസിൽ ആ ക്വസ്റ്റ്യൻ ടഫ് ആണ് എന്ന് പറയുന്ന ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം ടഫ് ആണ് എന്ന് പറയുന്നത് ആ ക്വസ്റ്റ്യൻ ഒക്കെ കുട്ടികൾ തന്നെ നേരിട്ട് ലൈവിൽ ചോദിച്ച ഡൗട്ട് ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. ഒരു ഫൂട്ടോ പെർപെൻഡിക്കുലർ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വേർഡ് പ്രോബ്ലം, അതായത് ഡിക്ഷണറി പ്രോബ്ലം ചോദിച്ചു, നമ്മൾ എന്താക്കുന്നു ആ സമയത്ത് സ്പോട്ടിൽ ചെയ്തു. അതൊക്കെ ലൈവില് ഏത് ഡൗട്ട് ലൈവിൽ ചോദിച്ചാലും അല്ലെങ്കിൽ ഇതിന്റെ മുന്നത്തെ വീഡിയോന്റെ അതായത് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നതിന് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എത്ര ഡീറ്റെയിൽ ആയിട്ട് ഡെപ്ത് ആയിട്ട് പോകുന്നതിന് നമുക്കൊരു ബുദ്ധിമുട്ടില്ല. നമ്മുടെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ചൊരു ഡിഫിക്കൽട്ടി ലെവൽ കൂട്ടുമ്പോഴത്തേക്ക് പിള്ളേർ ചോദിക്കുന്നത് സാർ ഇതൊക്കെ പഠിക്കണോ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇങ്ങനെയൊക്കെ വരുമോ, നമ്മൾ അവരുടെ അറിവിൽ മീൻസ് അവർ വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ നിന്ന് എങ്ങനെ അവരുടെ അറിവിൽ ഇത്രയ്ക്കൊന്നും വേണ്ട. പ്രീവിയസ് ഇയർ ഈ പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ തന്നെ കഴിഞ്ഞൊരു 2-3 വർഷമായിട്ടുള്ളൂ വളരെ ഈസി എന്നുള്ള ഒരു ഇത് വെച്ചിട്ട്. അതിന് മുന്നേ ഒക്കെ ഉള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ് ഇതുപോലത്തെ പേപ്പേഴ്സ് ആണ് കുറച്ച് മുന്നേ ഉള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ. മാത്രമല്ല ഇത് ഇവർക്ക് ഓപ്ഷൻ ഉണ്ട് അല്ലെ, എത്രയോ ഓപ്ഷൻ ഉണ്ട്. അപ്പോ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള ഒരു കാര്യം എന്ത്
എന്ത് പറയാനാന്ന് വെച്ചാൽ നമ്മൾ ഇനി എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ള തിരിച്ചറിവിലേക്ക്. അതിന് മുന്നേ ഇതില് ഫുൾ മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ A+ കിട്ടുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ മാറ്റി നിർത്തുകയാണെങ്കിൽ, ഓക്കെ, നിങ്ങൾ പാനിക് ആവാതെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ ഏകന്റെ ലൈവ് മൊത്തം കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയാനെ. മാത്രമല്ല ഏകന്റെ ലൈവ് കണ്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, കാരണം മാത്സ് ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഈ പാനിക് ആവുന്ന കാര്യവും രാവിലത്തെ ബൂസ്റ്ററിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തോ. ഓക്കെ, നിങ്ങൾ അതായത് ചോദിക്കാത്ത ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്തോ. ബട്ട് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മാറ്റി വെക്കുക, ബാക്കി ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതിൽ അതേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് അവർ മാറ്റി നിർത്തുകയാണെങ്കിൽ ഫുൾ മാർക്കിനുള്ള അറ്റ്ലീസ്റ്റ് ഫുൾ A+നുള്ള എല്ലാ വകുപ്പുമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഇനി നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇംപ്രൂവ്മെന്റ് എക്സാം കഴിഞ്ഞ കൊല്ലം വരെ സെപ്റ്റംബറിലായിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഈ കൊല്ലം മുതൽ മാർച്ച് നിങ്ങളുടെ +2 എക്സാമിന്റെ ഒപ്പരമാണ് ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നത്. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. സോ നിങ്ങളുടെ ന്യായമായ ആവശ്യമാണ് സെപ്റ്റംബറിൽ, അതായത് ഇംപ്രൂവ്മെന്റ് എക്സാം നേരത്തെ ആക്കണം എന്നുള്ളത്. അതിനെതിരെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രതിഷേധിക്കാം എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും അത് എക്സാം നേരത്തെ ആക്കുകയാണെങ്കിൽ വളരെ ഉപകാരമാണ്. ബോർഡ് എക്സാമിന്റെ കൂടെ ആകുമ്പോൾ അത് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇംപ്രൂവ്മെന്റ് എക്സാമിന് നിങ്ങളെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഏകൻ സോഫാർ എങ്ങനെയാണോ ഏകൻ ക്ലാസ് എടുത്തത് അതുപോലെ തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ളൊരു മാറ്റം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യരുത് കുറച്ച് ചോദ്യങ്ങൾ മാത്രം പഠിച്ചു വെച്ച് പോയിട്ട് ഈ ചോദ്യങ്ങൾ മാത്രം മീൻസ് ഈ ചോദ്യങ്ങൾ വാല്യൂ പോലും മാറാതെ ഇങ്ങനെ തന്നെ വരണം എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യരുത്. അല്ലേ? ചെയ്യേണ്ടത് വെച്ചാൽ എക്സ്പെക്ട് ചെയ്യണം. ആരെ? അൺഎക്സ്പെക്ടഡ് എക്സ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള എക്സാക്ട്ലി അതാണ് അതിന്റെ പോയിന്റ്. അതാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നാൽ പോലും എങ്ങനെ ആൻസർ ചെയ്യും ആ രീതിയിലായിരിക്കണം നിങ്ങൾ പഠിക്കേണ്ടത്. അങ്ങനെയായിരിക്കും ഏകൻ നിങ്ങളെ ട്രെയിൻ ചെയ്യുക. ഒരിക്കലും ഞാൻ ഇങ്ങനെ പറയുന്നില്ല നിങ്ങൾ ഏകന്റെ ലൈവ് ക്ലാസ്സുകൾ തന്നെ കാണണം എന്നല്ല ഞാൻ പറയുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് കവർ ചെയ്യുന്ന ഒരു ലൈവ് ക്ലാസ്, അങ്ങനത്തെ അല്ലെങ്കിൽ ലൈവ് ക്ലാസ് അല്ലെങ്കിൽ എന്ത് ക്ലാസ് ആണെങ്കിലും അങ്ങനത്തെ ക്ലാസ്സുകളായിരിക്കണം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ക്ലാസ് കണ്ട് നിങ്ങൾ ഏറ്റവും മികച്ച ആൾക്കാരായിട്ട് മാറുക. സോ മക്കളെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് എന്താക്കാം, ഇനി അടിപൊളി പഠിക്കാൻ വേണ്ടി ഓരോ ലൈവുകളായിട്ട് കാണാം. See you.